ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കി നോക്കാം. അപ്പോൾ എല്ലാവരും അനിയെ തിരഞ്ഞ് നടക്കുകയാണല്ലോ. അപ്പോൾ രാകേഷും വിഘ്നേഷും അവരുടെ വഴിക്കും തിരഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്ഥിരം പോകാറുള്ള ഒരു കടയിൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഞങ്ങളുടെ കൂടെ വരാറുള്ള അനി ഇന്നെങ്ങാനും വന്നിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ലല്ലോ, ഒന്നും വന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ വഴിക്ക് എങ്ങാനും പോണ് കണ്ടിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നത് ഇനിയിപ്പോൾ എവിടെ പോയി തപ്പോടാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിഘ്നേഷ് പറയും എനിക്കറിയില്ല, നീ എന്തായാലും വണ്ടി എടുക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഫോൺ അടിക്കുന്നുണ്ട്, നീ നന്ദു വിളിക്കണമെന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വിവരം കിട്ടിയായിരുന്നു ചോദിക്കുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട് ഇല്ലടാ, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോന്ന് അറിയണേ ഞാൻ വിളിച്ചേ. പിന്നെ അവനിത് എവിടെ പോയതാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാകേഷ് ചോദിക്കുന്നുണ്ട്, നീ എന്താ അവൻ്റെ ലൊക്കേഷൻ എടുപ്പിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് സൈബർ സെൽ ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടിയവരെന്നെ വിളിക്കും, ഞാൻ അതുവരെ എൻ്റെ വഴിക്ക് തിരഞ്ഞുകൊണ്ടിരിക്കുക. ശരി എന്ന് പറഞ്ഞിട്ട് നന്ദുട്ട ഫോൺ വയ്ക്കുന്നുണ്ട്. അപ്പോൾ രാകേഷ് ചോദിക്കുന്നുണ്ട് വിഘ്നേഷിനോട്, എന്തിനാണ് അവൻ എല്ലാവരും ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അവന് മാത്രമല്ല അറിയൂ, നീ വണ്ടി കയറുമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്ദുട്ടൻ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഫോൺ വരുന്നുണ്ട്. അപ്പോൾ സൈഡാക്കിയിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് ഷോക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ. നന്ദുട്ടൻ എപ്പോൾ എന്നൊക്കെ ചോദിക്കണ പോലെ നമുക്ക് തോന്നും, പക്ഷെ അത് നമുക്ക് ക്ലിയർ ആക്കി തരുന്നില്ല. പക്ഷേ എന്തോ ഒരു അപകട ന്യൂസാണ്. അത് കഴിഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് നന്ദുട്ടൻ വേഗം സ്പീഡിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് വണ്ടി ഓടിച്ച് പോകുമ്പോഴേക്കും ഇതാ ഒരു കുടിയൻ വന്നിട്ട് സൈക്കിളും കൊണ്ടിട്ട് മുമ്പിൽ ചാടിയിട്ടുണ്ട്. അപ്പോൾ നന്ദുട്ടൻ പറഞ്ഞ ചേട്ടാ ഒന്ന് മാറി ചേട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുടിയനാണെങ്കിൽ യാതൊരു ബോധവുമില്ല. എന്താ പറയുക, മാറിയില്ലെങ്കിൽ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ചേട്ടാ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോകുന്നു, മാറി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് നന്ദുട്ടൻ. അപ്പോൾ പറയുന്നുണ്ട് മാറിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും, അതറിഞ്ഞിട്ട് ഞാൻ ഇനി മാറണുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദുട്ടൻ വണ്ടി എടുക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ ഇങ്ങനെ തടഞ്ഞു നിർത്തേട്ടാ, അങ്ങനെ നീ പോകണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നന്ദുട്ടൻ പറയുന്നത് തന്നോടല്ലോ മാറാൻ പറഞ്ഞത്. അപ്പോൾ അയാൾ ചോദിക്കണം നീ ആരാ, ഉണ്ണി അറച്ചിയോ അതോ ജാൻസി റാണിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ ഞങ്ങളുടെ ദേഷ്യം വന്നു, വണ്ടി സ്റ്റാൻഡ് ഇട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അല്ലടാ അതിനും കുറച്ച് മുകളിലാന്നും പറഞ്ഞിട്ട് ഒറ്റ ഉന്താട്ടോ അതിനെ. അത് കുടിയും പ്രതീക്ഷയില്ല, കുടിയനാണെങ്കിൽ ആകെ ലെവൽ കെട്ടിട്ടല്ലേ അവിടെ നിന്ന് എണീറ്റ് തപ്പി പിടിച്ചേടി നിൽക്കടി അവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് തപ്പി പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നന്ദുട്ടൻ വണ്ടി എടുത്ത് പോയി. കുടിയൻ പിന്നെ അവിടെ നിന്ന് പിറുപിറുക്കുണ്ട്, ആരടി ഇവള് വിട്ടുപോയത് നിൻ്റെ ഭാഗ്യം, ഇല്ലെങ്കിൽ കാണായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ നയനയും ആദർശം കൂടി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നയനയ്ക്ക് ഫോൺ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞ രാകേഷാ നീ എന്തെങ്കിലും വിവരം കിട്ടി വിളിക്കണാവോ എന്ന് വിചാരിച്ചിട്ട് നയന വേഗം ഫോൺ എടുക്കണം കേട്ടോ. അപ്പോൾ എടുത്തപ്പോഴേക്കും രാകേഷ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വിവരം കിട്ടിയായിരുന്നു ചേച്ചിന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല, നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാകേഷ് പറയുന്നത് ഞങ്ങൾ പോകാൻ ഇടയുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കി, ഒരു വിവരം കിട്ടിയില്ല, ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ എന്ന് അറിയാൻ ഞങ്ങൾ വിളിച്ചേ. അപ്പോൾ നയന പറയേണ്ടിട്ടോ ഇല്ല ഞങ്ങളും അവനെ തേടി ഓട്ടത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയേണ്ടി എന്തെങ്കിലും വിവരം കിട്ടി അറിയിക്കണേ ചേച്ചി, ഞങ്ങളും അറിയിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫോൺ വെച്ചപ്പോൾ ആദർശ് ചോദിക്കേണ്ടത് എന്താ ചോദിക്കേണ്ടത് കേട്ടോ. അപ്പോൾ പറയേണ്ടത് അവരെന്തെങ്കിലും വിവരം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയേണ്ടത് അനി എവിടേക്കൊക്കെ പോകണമെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം, എന്നിട്ട് അവർക്ക് പോലും വിവരം കിട്ടിയിട്ടില്ല, ഇവൻ ഇത് എവിടെ പോയി ഒളിച്ചിരിക്കുകയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്കിടയ്ക്ക് നമ്മുടെ അനി ഇങ്ങനെ റെയിൽവേ ട്രാക്കിലൂടെ നടക്കണത് കാണിക്കുന്നുണ്ട്. പിന്നെ നന്ദുട്ടൻ വണ്ടിയുമ്പോൾ അങ്ങനെ നടന്ന് തിരയണതും പിന്നെ കാണിക്കേണ്ടത് എങ്ങനെയോ നമ്മുടെ നന്ദോട്ട റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഇതാ അനി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, നല്ല സ്പീഡിൽ. അപ്പോൾ ട്രെയിനാണെങ്കിൽ വന്ന് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്ദോട്ടൻ ഉറക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അനി ഇന്നിങ്ങനെ ഉറക്കെ വിളി കേട്ടിട്ട് അനി തിരിഞ്ഞ് നന്ദോട്ടനെ കണ്ടപ്പോൾ നടത്തത്തിൻ്റെ സ്പീഡ് കൂട്ടുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നന്ദോട്ടനാണെങ്കിൽ പുറകെ ഓടിയിട്ടുണ്ട്. പക്ഷേ അനി നല്ല സ്പീഡിലല്ല ഓടി ചെന്ന് അനിയനെ ഇങ്ങോട്ട് പിടിച്ച് വലിച്ച് ട്രാക്കിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് ജസ്റ്റ് മിസ്സായിരുന്നേ. അപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. നന്ദുട്ട ഇങ്ങോട്ട് പിടിച്ച് വലിക്കുമ്പോൾ അനി ബലത്തിൽ നിൽക്കുകയാണ് കേട്ടോ. വീട് നന്ദു, എനിക്ക് മരിക്കണം എന്നും പറഞ്ഞിട്ട്. ഇവിടെ പിടിച്ചാൽ പോലും നിൽക്കാതെ അനി കടന്ന് കുതറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ട്. എന്നിട്ടും അതിൻ്റെ ഇടത്തേക്ക് പോകാനായിട്ട് അനി ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മരിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ട്രെയിൻ പോയപ്പോൾ ചോദിക്കേണ്ടത് നന്ദുട്ട എന്താടാ അതെന്ന് ചോദിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അനി പറയുന്നുണ്ട് നിൻ്റെ അച്ഛനമ്മയും ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ പറയണത്. നിൻ്റെ അച്ഛനമ്മയും അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു, അവരുടെ സങ്കടങ്ങൾ പറഞ്ഞു. എനിക്ക് പക്ഷേ നിന്നെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല, പക്ഷെ അവരെ സങ്കടപ്പെടുത്താനും പറ്റില്ല. ഇതിന് ഞാൻ നോക്കിയിട്ട് ഒരു പരിഹാരമേ ഉള്ളൂ, മരണം. നന്ദു എന്നെ സ്വസ്ഥമായിട്ട് മരിക്കാനെങ്കിലും ഒന്ന് അനുവദിക്കുകയെന്ന് പറഞ്ഞു കേട്ടോ. ആ പറഞ്ഞത് നന്ദുവിൻ്റെ കവിളത്ത് ഒന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഒറ്റയ്ക്ക് പോവില്ലടാ, എന്നെ തനിച്ചാക്കിയിട്ട് നീ ഒറ്റയ്ക്ക് പോവില്ലേ, എന്നാൽ പോടാ, പോകുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം, ദേ അടുത്ത ട്രെയിൻ ഇപ്പോൾ വരും, അപ്പോൾ നമുക്ക് അതിൻ്റെ മുമ്പിലേക്ക് ഒരുമിച്ച് ചാടാം. നന്ദുട്ട സങ്കടപ്പെട്ടിട്ട് പറയണ്ട കേട്ടോ, അനി നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിലൊരു പുരുഷനുണ്ടെങ്കിൽ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. എന്നിട്ട് പറയേണ്ടത് ജീവിക്കുന്നെങ്കിൽ ഒരുമിച്ച്, മരിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ മതി, എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചോ. അങ്ങനെ നോക്കി നന്ദൊന്നും ഇങ്ങനെ വിളിക്കാൻ കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത്, പറഞ്ഞത് കേട്ടില്ലേ, എന്ത് വേണമെന്ന് നീ എന്നെ തീരുമാനിച്ചോ. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട് നിനക്ക് നിൻ്റെ അച്ഛനമ്മേനെ ധിക്കരിക്കാൻ പറ്റുമോ, അവരെ ധിക്കരിച്ചുകൊണ്ട് നിനക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പറ്റുമോ. അപ്പോൾ നന്ദുട്ടൻ പറയേണ്ടത് അതൊന്നും എനിക്കറിയില്ല, പക്ഷെ നിൻ്റെ ഹൃദയത്തിൽ ഞാനുണ്ടെങ്കിൽ അതിൻ്റെ 100 ഇരട്ടി എൻ്റെ ഹൃദയത്തിൽ നീയുണ്ട്. അത് പറഞ്ഞതും എനിക്ക് കുറേയൊക്കെ സമാധാനമായിട്ടോ. എന്നിട്ട് നന്ദുട്ടനെ വാരി അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാളും പരസ്പരം കൈ കോർത്ത് പിടിച്ചിട്ട് നന്ദുട്ടൻ പറയേണ്ടത് വാ
അതുകൊണ്ട് അനിയനെ കൂട്ടി ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഗോവിന്ദന് കനക അവിടെ പറയുന്നുണ്ട്. ഗോവിന്ദനോട് കനക പറയുന്നുണ്ട്, അതെ നന്ദൂട്ടൻ കള്ളം പറഞ്ഞിട്ടാണ് പോയോന്ന് അറിയാനേ നമുക്കൊരു വഴിയുണ്ട്, നമുക്ക് ആ CI വിളിച്ചാൽ മതി, അപ്പം അറിയാലോ അവൾ സ്റ്റേഷനിൽ ഉണ്ടോയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ പറയുന്നത് അത് വേണ്ട, നമ്മുടെ മോളെ കല്യാണം കഴിക്കാൻ പോണ ആളാണ് സച്ചിൻ, ആ നിലയ്ക്ക് ഇനിയിപ്പോൾ അവൾ സ്റ്റേഷനിലേക്ക് അല്ല പോയതെങ്കിൽ അവൾ സംശയിക്കില്ലേ. ഓ അതും ശരിയാന്ന് പറയണ്ട കേട്ടോ. എന്നിട്ട് പറയണ്ട ഇവിടുന്ന് പോയി അനിയുടെ കാര്യമൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് പറയണ്ട കേട്ടോ കനക. അപ്പോൾ ഗോവിന്ദൻ പറയേണ്ടത് വളരെ സീരിയസ് ആയിട്ടാണ് അനി ഇവിടെ വന്ന് സംസാരിച്ചത്. ആ സമയത്ത് നമ്മൾ അയാളുടെ മുമ്പിൽ നമ്മുടെ സങ്കടം പറഞ്ഞത് നന്നായി, അത് അനി ഉൾക്കൊണ്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് കേട്ടോ ഗോവിന്ദൻ. അപ്പോഴേക്കും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നയനാണ് കേട്ടോ, ആ മോളാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കണം എന്ന് വിചാരിച്ചിട്ടോ, അപ്പോഴേക്കും വിളിച്ചു എന്ന് പറയുന്നുണ്ട്. ആ മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് നന്ദു അവിടെ ഉണ്ടോ അമ്മയെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ലല്ലോ, കുറച്ച് മുന്നേ സ്റ്റേഷനിലേക്കാന്ന് പറഞ്ഞിട്ട് പോയി. എന്ത് പറ്റി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല ഒന്നുമില്ല അമ്മേ, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നയന ഫോൺ വെച്ചു. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് നന്ദുവിനെയാണ് മോൾ അന്വേഷിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. ആന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കുഴപ്പമുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഫോൺ കട്ടുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് കനക. നന്ദുവിനെ വിളിച്ചിട്ട് അവൾ എടുക്കണമില്ല, എവിടേക്കായി പെണ്ണ് പോയതെന്ന് അറിയില്ലോ ഗോവിന്ദേട്ടാ. അപ്പം അച്ഛൻ പറയുന്നുണ്ട് അനി ഇവിടെ വന്നു പോയ കാര്യം പറഞ്ഞപ്പോൾ മോള് പറഞ്ഞത് എന്താ, നമ്മളങ്ങനെ സംസാരിച്ച് നന്നായി എന്ന്. അപ്പോൾ കനക പറയുന്നുണ്ട് അല്ലെങ്കിൽ നയനയ്ക്കും നവിക്കൊന്നും അനീനെയും നന്ദുവിനെയും ഒന്നിപ്പിക്കണമെന്നില്ലല്ലോ. അപ്പം അച്ഛൻ പറയുന്നുണ്ട് സങ്കടം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു പയ്യനാണ് അനി, മനക്കട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ ആ പയ്യൻ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റബോധത്ത് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല കനകെ. നമ്മൾ പിന്നെ എന്ത് ചെയ്യാനോ ഗോവിന്ദേട്ടാന്ന് ചോദിക്കണ്ട കേട്ടോ. നമ്മൾ നമ്മുടെ വിഷമങ്ങളല്ലേ അനിയോട് പറഞ്ഞത്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ നന്ദു അനിയും കൂടിയിട്ട് അവിടെ ഒരുത്തിരി ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഭയങ്കര പ്രണയം പങ്കുവയ്ക്കലാണ് അവിടെ. അപ്പോൾ അനി ഇങ്ങനെ നന്ദുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇനിയിപ്പോൾ നീ നിൻ്റെ അച്ഛനമ്മേനെ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? അതൊന്നും എനിക്കറിയില്ല അനി, നിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റൂ, അത് ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് പറയുന്നുണ്ട് ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ചത് നിന്നെയാണ്, ആ സ്ഥാനത്തിന് മറ്റൊരാളെ പ്രതിഷ്ഠിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അനിയോട് അനി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകളാണ് നീ പറയണത്, എല്ലാ ഭാഗത്തുനിന്നും സമ്മർദ്ദങ്ങളുണ്ടാവും, നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നയനേച്ചി ആദർശേട്ടനും പോലും നമ്മളൊന്നിക്കുന്നതിനെതിരാ. അപ്പോൾ നന്ദുട്ടൻ ചോദിക്കണ്ട കേട്ടോ, അതിനുള്ള പരിഹാരം മരണമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ എനിക്കിപ്പോൾ ജീവിക്കണ പോലെ ജീവിക്കാൻ പറ്റുമോ? നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുമോ? ചിലപ്പോൾ ഞാൻ എൻ്റെ ജോലി പോലും വലിച്ചെറിഞ്ഞൊന്ന് വരും, എൻ്റെ അച്ഛനും അമ്മയെ ഉപേക്ഷിച്ച് പോയിന്നും വരും. അതിലുപരി പിന്നെ നിൻ്റെ അടുത്തേക്ക് വരാനുള്ള തിടുക്കമായിരിക്കും എനിക്ക്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ല, എൻ്റെ ഉള്ളിൽ പ്രണയം നാമ്പെടുത്തത് നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ നിമിഷം മുതലാണ്. അപ്പോൾ അനി പറയണ്ട കേട്ടോ, എൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദിട്ടും ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രണയം കുറച്ച് കാലം കൂടി മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെടാ. പറയണേ നീ 26 വയസ്സിൽ വിവാഹം കഴിച്ചവനാ, എനിക്കാണെങ്കിൽ 10-22 വയസ്സാവുന്നതേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 2-3 കൊല്ലം കൂടി മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം അനി ചോദിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ CI എന്ന് പറഞ്ഞ ഒരുത്തൻ കയറി വന്നിട്ടുണ്ടല്ലോ, ആ ബന്ധം മുറുകിയാലോ? അപ്പം നന്ദിട്ട് പറയണ്ട കേട്ടോ, ആ ബന്ധം മുറുകാതെ ഞാൻ നോക്കിക്കോളാം, അവനൊരു അറുബോറനാ. എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ അവന് ഭയങ്കര വിശ്വാസമാണ്, പക്ഷേ ഇരട്ടത്താപ്പാ അവൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഉള്ളത്. അപ്പം അനി പറയണ്ട കേട്ടോ, അതെനിക്കറിയാം, അയാൾ നല്ല പിള്ള ചമയാൻ ശ്രമിക്കുന്നുണ്ട് പലയിടത്തും. അപ്പം നന്ദുട്ടൻ പറയണ്ട കേട്ടോ, അയാളെ സഹിക്കാൻ പറ്റാതെ വന്നാൽ ഞാനങ്ങ് ട്രാൻസ്ഫർ മേടിക്കുവാനി, അല്ലെങ്കിൽ ഈ ജോലി തന്നെ വലിച്ചെറിയും. എനിക്ക് ജീവിക്കേണ്ടത് നിൻ്റെ കൂടെയാണ്, അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ്. അപ്പം അനി ചോദിക്കണ്ട കേട്ടോ, നമ്മുടെ കല്യാണം കഴിഞ്ഞാലേ നിനക്ക് എൻ്റെ കമ്പനിയിലേക്ക് വന്നൂടെ? അപ്പോൾ നമുക്ക് ഒന്നിച്ച് പോവാം, ഒന്നിച്ചിരിക്കാം, ഒന്നിച്ച് തിരിച്ചു വരാം, അതിൽപ്പെട്ട സന്തോഷം വേറെ എന്താ ഉള്ളത് ചോദിക്കണ്ട കേട്ടോ. അപ്പം നന്ദുട്ടൻ ചിരിച്ചിട്ട് പറയുന്നുണ്ട് അത്രയ്ക്കൊക്കെ ഒരുമിച്ച് പോവുകയും വരികയും ഇരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ സ്നേഹം കുറയൂടാ. അതുമാത്രമല്ല കല്യാണശേഷമുള്ള ജീവിതത്തിനെ പ്രേമിച്ച് നടക്കുമ്പോൾ ജീവിതത്തിൻ്റെ സുഖമൊന്നും ഉണ്ടാവില്ല. അനി പറയണ്ട കേട്ടോ, അത് നീ പറയണത് തെറ്റാ, എൻ്റെ ആദർശേട്ടനും നയനേട്ടനും തമ്മിൽ എന്ത് സ്നേഹത്തോട് ജീവിക്കുന്നത്? വിവാഹശേഷം പ്രണയം നിലനിർത്തിയാലേ ഒരിക്കലും ജീവിതം പോരാവില്ല. അങ്ങനെയൊക്കെ പ്രണയം നിലനിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കണ്ട കേട്ടോ നന്ദുട്ടൻ. അപ്പോൾ പറയണ്ട് പറ്റുമെന്ന് നീ നിൻ്റെ ചേച്ചിയോട് തന്നെ ചോദിക്കേ, അവർ തമ്മിലുള്ള ജീവിതം കാണുമ്പോൾ എനിക്ക് ശരിക്കും അസൂയ തോന്നാറുണ്ടെന്ന് പറയണ്ട കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ മൂത്ത ചേച്ചിയാണ് ശരിക്കും തളക്കപ്പെട്ടിരിക്കുന്നത്, അത് അവർക്കറിയില്ല എന്ന് മാത്രം. ഇടയ്ക്ക് നന്ദുട്ടൻ ചോദിക്കണ്ട കേട്ടോ, ഇവിടെ അങ്ങനെ ഇരിക്കാൻ എന്ത് രസമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട് അതെ, നമുക്ക് ഈ രാത്രി മുഴുവൻ അങ്ങനെ ഇരുന്നാലോ? നന്ദുട്ടൻ പറയണ്ട കേട്ടോ, എടാ നിന്നെ അന്വേഷിച്ചിട്ടേ അവിടെ എല്ലാവരും തെക്ക് വടക്ക് നടക്കുക, പിന്നെ എങ്ങനെ ഇവിടെ ഇരിക്കുന്നേ? അപ്പം നന്ദുട്ടനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചിട്ട് അനി പറയണ്ട കേട്ടോ, ദാ ഇങ്ങനെ തന്നെയെന്ന്. എന്നിട്ട് അനി പറയണ്ട കേട്ടോ, ഇങ്ങനെയൊക്കെ ഇരിക്കാൻ ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചാന്ന് അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നന്ദുട്ടൻ പറയണ്ട എനിക്ക് വിവാഹത്തിനോട് തന്നെ താല്പര്യമില്ലായിരുന്നു, പിന്നെ എങ്ങനെ നിൻ്റെ മുന്നിൽ കീഴടങ്ങിയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പം അനി ചിരിച്ചിട്ട് പറയണ്ട ഞാനും അങ്ങനെയായിരുന്നു, പിന്നെ പരസ്പരം ഒന്നിക്കേണ്ടവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴേ അവർ തമ്മിൽ ഇഴപിരിയാൻ പറ്റാത്തൊരു ബന്ധം ഉണ്ടാവും, ആ ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്, അതാണ് മുജ്ജന്മ ബന്ധം, ആ ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത് എന്ന് പറയണ്ട കേട്ടോ. എന്നിട്ട് പറയണ്ട സ്നേഹിക്കുന്ന പെണ്ണ് അവൻ്റെ മുഖത്ത് നോക്കി നീയാണ് എൻ്റെ പുരുഷനെന്നും നീ അല്ലാതെ മറ്റൊരാളെൻ്റെ ജീവിതത്തിലില്ല ഒക്കെ പറയുമ്പോൾ അവനുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ എന്ന് പറയണ്ട കേട്ടോ അനി. നന്ദുട്ടൻ പറയണ്ട അതെ അനി, നിന്നെ വിട്ട് ഇനി എനിക്കൊരു ജീവിതം ഇല്ലടാ,
അങ്ങനെ രണ്ടും കൂടി അവിടെ കെട്ടിപ്പിടിച്ചിരിക്കാൻ കേട്ടോ. എന്നാൽ ആരെയും വിളിച്ച് പറഞ്ഞിട്ട് ഒന്നുമില്ലേ, ഇവിടെ ആദർശം നയനെയും കൂട്ടിയിട്ട് വീണ്ടും ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശം നയൻ്റെ അടുത്ത് പറയണ്ട കേട്ടോ, നമ്മൾ അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു, യാതൊരു വിവരമില്ല. നീയേ നന്ദുവിനെ വിളിച്ചിട്ട് വിവരം പറ, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉണ്ടാവട്ടെ. അപ്പോൾ നയന പറയും ശരി ആദർശേട്ടാ, ഞാൻ അവളെ വിളിക്കാൻ തുടങ്ങായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ അടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഫോൺ അടിക്കുമ്പോൾ അനിയാണെങ്കിൽ അനി നന്ദുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഫോൺ അടിക്കുമ്പോൾ അനി എടുക്കാൻ സമ്മതിക്കണില്ല. എടുക്കണ്ട എന്നിട്ട് കൈ തട്ടി മാറ്റിയിട്ട് പറയണ്ട ചേച്ചി ആയിരിക്കും അനി എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അയ്യോ ചേച്ചി എന്നെ എന്ന് പറയണ്ട. എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഹലോ ചേച്ചി എന്ന് പറയണ്ട. അപ്പോൾ നയന ചോദിക്കണ്ടേ നീ എവിടെയും മോളെ വീട്ടിലാണോ? പുറത്താന്ന് പറയണ്ട കേട്ടോ. പുറത്തെന്ന് വെച്ചാൽ എന്ന് പറയുന്നുണ്ട്. സ്റ്റേഷനിലാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നയന ചോദിക്കുന്നുണ്ട് നീ വിഘ്നേഷും രാകേഷൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നോ ചോദിക്കുന്നുണ്ട്. സംസാരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അനിയെ കാണാത്ത കാര്യമല്ലേ, സംസാരിച്ചിരുന്നു, ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട് കേട്ടോ. നോക്കിയിട്ടാണ് കേട്ടോ നന്ദു ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണത്. എന്നിട്ട് നയന പറയുന്നുണ്ട് എന്തെങ്കിലും വിവരം എത്രയും പെട്ടെന്ന് കിട്ടണം മോളെ, ഞങ്ങളൊക്കെ ടെൻഷനില്ല. കുറേ നേരമായി അവൻ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്നിട്ട് നന്ദു വിവരം പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നിട്ട് നന്ദു പറയണത് ഞാൻ എന്തെങ്കിലും വിവരം കിട്ടണമെങ്കിൽ അറിയിക്കാൻ ചേച്ചി എന്നാ പറയുന്നത് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് വേണേ മോളെ എന്ന് പറയുന്നുണ്ട്. ആ ശരി എന്ന് പറയുന്നുണ്ട് കേട്ടോ. നന്ദു പറയുന്നുണ്ട് വാ നീ നമുക്ക് പോവാം, അവരെല്ലാവരും നിന്നെ കാണാതെ വിഷമിക്കുക എന്ന് പറഞ്ഞിട്ട് നന്ദുട്ട് എനിക്കുണ്ട് കേട്ടോ. എങ്കിലും നന്ദുട്ടിനെ പോകാനും സമ്മതിക്കുന്നില്ല, പിടിച്ചു വലിച്ച് അവിടെ തന്നെ ഇരുത്തിയിട്ട്. അപ്പോൾ ചോദിച്ചാൽ എന്താടാ അത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാം അങ്ങനെ പെട്ടെന്നൊന്നും പോകണ്ട ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കൂടെ എന്ന് പറയണ്ട അനി. അപ്പോൾ പറയുന്നത് അനി എനിക്ക് ടെൻഷനാവുന്നു വാ പോവാന്ന് പറയുന്നുണ്ട്. വീണ്ടും നമ്മുടെ നന്ദുട്ടനെ അങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നന്ദുട്ടൻ പറയണ്ട എനിക്കും ഈ രാത്രി മുഴുവൻ നിൻ്റെ കൂടെ അങ്ങനെ ഇരിക്കണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ അവസ്ഥ മോശം, അച്ഛനൊരു അറ്റാക്കൊക്കെ കഴിഞ്ഞതാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അതിന് നീയെല്ലാം മിസ്സിങ് ആയത് ഞാനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അനി പോകാം അനി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരി എന്നാൽ പിന്നെ ഞാൻ നിന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എണിച്ചിട്ടുണ്ട് കേട്ടോ. ആദർശം നയനാണെങ്കിൽ അപ്പോഴും ആകെ ടെൻഷൻ അടിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പോകുമ്പോണ്ട് നമ്മുടെ അനിയുടെ ബൈക്ക് ഫ്രണ്ടിൽ പോകണു. അപ്പം ആദർശം പറയുന്നുണ്ട് ഇത് അനിയുടെ ബൈക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നയനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ആണല്ലോ. ആദർശം ഓവർടേക്ക് ചെയ്തിട്ട് ബൈക്കിന് മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അവൻ്റെ പിന്നിലാണെങ്കിൽ നന്ദുട്ടൻ ഇരിക്കേണ്ട ഹെൽമെറ്റ് ഇട്ടിട്ട്. അപ്പോൾ രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറയണം അയ്യോ ഏട്ടനെ എടുത്തി ആകെ കുഴപ്പമായി എന്ന് പറയണ്ട അനി. അപ്പം നന്ദുട്ടൻ്റെ ഹെൽമെറ്റ് ഇട്ടിട്ടാണ് കേട്ടോ അവിടെ നിൽക്കണത്. അപ്പോൾ ആദർശം ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് ഇതുവരെ എവിടെയായിരുന്നു, ഇതാരാ കൂടെ ചോദിച്ചപ്പോൾ നന്ദുട്ടനാണെങ്കിൽ ഹെൽമെറ്റ് മാറ്റിയിട്ട് നിൽക്കുന്നുണ്ട്. ആദർശം അതിനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ പത്രമാറ്റിൻ്റെ സൂപ്പർ എപ്പിസോഡ് ഇന്ന് അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുതേ.